നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ വൃക്ക രോഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SITയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക CR ഇന്ന് നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, കുട്ടികളിൽ ഇപ്പോൾ വൃക്ക രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യം നിലവിലുണ്ടോ? വൃക്കരോഗങ്ങൾ കൂടി വരുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, വൃക്കരോഗങ്ങളുടെ ചികിത്സ നമുക്കിപ്പോൾ ലഭ്യമായതുകൊണ്ട് വൃക്കരോഗങ്ങൾ കൊണ്ട് ജീവിക്കുന്ന കുട്ടികളുടെ എണ്ണവും കൂടി വരുന്നുണ്ടെന്നുള്ളതൊരു വാസ്തവമാണ്. ഡോക്ടർ, ഈ കുട്ടികളിൽ വൃക്ക രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ പലതരം വൃക്കരോഗങ്ങളുണ്ട്. വൃക്ക സ്തംഭനം ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട്. അതല്ലാതെ ഈ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം പോലത്തെ അസുഖങ്ങളുണ്ട്. നമ്മുടെ രക്തസമ്മർദ്ദം കൂട്ടുകയും മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശവും പ്രോട്ടീൻ്റെ അംശവും ഉണ്ടാക്കുന്ന ഗ്ലോമറുലോനെഫ്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളുണ്ട്. ഇത് ഓരോന്നിൻ്റെയും കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ നമ്മൾ വൃക്ക സ്തംഭനം കണക്കെടുക്കുകയാണെങ്കിൽ അത് പിന്നെയും നമുക്ക് രണ്ടായി വിഭജിക്കാം. അതായത് പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനം, അതിൻ്റെ കാരണങ്ങൾ പ്രത്യേകിച്ച് ചില മരുന്നുകൾ കഴിക്കുക, പ്രത്യേകിച്ചും വേദന സംഹാരികൾ അല്ലെങ്കിൽ പനിക്ക് ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലം, നിർജ്ജലീകരണം വരുന്നത് മൂലം, പാമ്പ് കടി പോലെയുള്ള വിഷബാധ ഏൽക്കുന്നത് കൊണ്ട്, വേറെ പലതരം മരുന്നുകളോ വിഷങ്ങളോ ഉള്ളിൽ ചെല്ലുന്നത് കൊണ്ട്, പിന്നെ ചില ഇൻഫെക്ഷൻ കൊണ്ട്, ഇതൊക്കെയാണ് സാധാരണമായി പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനത്തിൻ്റെ കാരണങ്ങൾ. പിന്നെ നമ്മൾ കാണുന്നത് സ്ഥായിയായ വൃക്കസ്തംഭനം, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നതാണ്. ഇതിന് കുട്ടികളിൽ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ജന്മനാ ഉള്ള കിഡ്നിക്കുണ്ടാകുന്ന വൈകല്യങ്ങളാണ്. ഇത് കൂടാതെ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന പോലെയുള്ള ചില അസുഖങ്ങളും കുട്ടികളിൽ സ്ഥായിയായ വൃക്കരോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതിന് മേലെ നമുക്ക് ജനിതകമായ പല അസുഖങ്ങളും കുട്ടികളിൽ സാധാരണമായിട്ട് കാണപ്പെടുന്നു. പിന്നെ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്ന ഒരു അസുഖമാണ്. അത് ജന്മന ഉള്ള നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ട്, പല പല പ്രായത്തിൽ വരുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളിൽ കാണാറുണ്ട്. പിന്നെ ചില സമയത്ത് തൊണ്ടവേദന അല്ലെങ്കിൽ തൊലിപ്പുറത്ത് വരുന്ന ചില ഇൻഫെക്ഷൻ, ഇതിനൊക്കെ ശേഷം അതിൻ്റെ ഒരു റിയാക്ഷൻ മാതിരി കിഡ്നിയിൽ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖവും കാണാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന അസുഖങ്ങൾ. ഡോക്ടർ, അതുപോലെ കുട്ടികളിലുള്ള ഇത്തരത്തിലുള്ള വൃക്ക സംബന്ധമായ രോഗങ്ങൾ എങ്ങനെ തടയാൻ സാധിക്കും? ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണകാര്യത്തിൽ, അതുപോലെ തന്നെ വ്യായാമം ഉൾപ്പെടെയുള്ളവ. ഇപ്പോൾ നമ്മുടെ വലിയ ആൾക്കാരിൽ കാണുന്നത് പോലെ തന്നെ രക്തസമ്മർദ്ദം കൂടുക, അല്ലെങ്കിൽ അമിതവണ്ണം, അതല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുക, ഈ അസുഖങ്ങളെല്ലാം വലിയ ആൾക്കാരെ പോലെ തന്നെ കുട്ടികളിലും വൃക്കകളെ ബാധിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വൃക്കയ്ക്ക് അസുഖമുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമ്മളെ ജീവിതശൈലി വളരെ പ്രാധാന്യമുള്ളതാണ്. അമിതവണ്ണം ഒഴിവാക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ഉപ്പിൻ്റെ അളവ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ വൃക്കയിലെ കല്ലുകൾ, പണ്ടൊക്കെ നമ്മൾ കുട്ടികളിൽ തീരെ കാണാതിരുന്ന ഒരു അസുഖമാണ് വൃക്കകളിലെ കല്ലുകൾ ഉണ്ടാവുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് അത് വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നു. അതിൻ്റെ കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം അല്ലെങ്കിൽ ചിപ്സ് പോലെയുള്ള സാധനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമായിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതൽ കാരണമാകുന്നു. അപ്പോൾ അമിതവണ്ണം കുറയ്ക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, രക്തസമ്മർദ്ദം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ ചെയ്യാനുള്ളത്. ഡോക്ടർ, അതുപോലെ കുട്ടികളിൽ സാധാരണ വിധത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏത് ഘട്ടത്തിലാണ് ഇത് ഡയഗ്നോസിസ് ചെയ്യുന്നത്? ഈ വൃക്കരോഗത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല ആൾക്കാരിലും അത് സൈലൻ്റ് ആയിരിക്കും. അതായത് പ്രത്യേകിച്ചും വൃക്കസ്തംഭനം വരുന്ന കുട്ടികളെ നമ്മൾ നോക്കുമ്പോൾ അവസാനം വരെയും ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളും അത് കാണിക്കണമെന്നില്ല. ബാഹ്യ ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കാം. എന്നിരുന്നാൽ കൂടി ചില വൃക്കരോഗങ്ങളെങ്കിലും നീരായിട്ട് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും കണ്ണിന് ചുറ്റും കാണുന്ന നീര് രാവിലെ എണീക്കുന്ന സമയത്തായിരിക്കും അത് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ ദിവസം കഴിയും തോറും അത് കാലിലോട്ട് ഇറങ്ങും, കണങ്കാലിന് ചുറ്റുമുള്ള നീര്. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് മൂത്രത്തിൽ കാണുന്ന പത, അത് പ്രോട്ടീനാണ് കാണിക്കുന്നത്. മൂത്രത്തിൽ അമിതമായി പ്രോട്ടീൻ പോകുമ്പോഴാണ് മൂത്രം അമിതമായി പതിഞ്ഞു പോകുന്നത്. പിന്നെ രക്തത്തിൻ്റെ അംശമുണ്ടെങ്കിൽ സാധാരണയായ ആളുകൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ഡോക്ടറുടെ അടുത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, അതും ഒരു കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണമാവാം. നമ്മുടെ സാധാരണ ഒരു ബ്ലഡ് പ്രഷർ കൂടുന്ന വലിയ ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ കൂടുന്ന പോലെ അല്ല കുട്ടികളിൽ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. പിന്നെ കാലുകളുടെ വളവ്, പലപ്പോഴും നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖം, കാലുകൾ വളഞ്ഞിരിക്കുന്നത്, എല്ലുകളുടെ ശക്തി എന്ന് പറയുന്നത് കിഡ്നിയുടെ പ്രവർത്തനത്തിനെയും കൂടെ വെച്ചാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ അത് കാലുകൾക്ക് വളവുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണമായി കാണുന്ന ലക്ഷണങ്ങൾ.
പിന്നെ മൂത്രത്തിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ വളരെ അധികം മൂത്രം പോവുക, പ്രത്യേകിച്ചും രാത്രി മൂത്രം ഒഴിക്കാതിരുന്ന കുട്ടികൾ, കിടക്കയിൽ മൂത്രം ഒഴിക്കാതിരുന്ന കുട്ടികൾ പെട്ടെന്ന് രാത്രി മൂത്രം ഒഴിക്കാൻ തുടങ്ങുക, ഇതെല്ലാം വൃക്കരോഗങ്ങളുടെ ലക്ഷണമാകാം. അതുപോലെ തന്നെ ഡോക്ടർ, ഇതിൻ്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്? ഈ വൃക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ഹൗസ് കീപ്പിംഗ് പോലെയാണ്. അതായത് ശരീരത്തിൽ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഇപ്പോൾ ഹാർട്ടിനൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് പെട്ടെന്ന് നെഞ്ചുവേദന എടുക്കും, തലച്ചോറിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോക്ക് പോലെ, പക്ഷാഘാതം പോലെ വരും. പക്ഷേ വൃക്കകൾ വളരെ സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്ന അവയവങ്ങളാണ്. പക്ഷേ ആ വൃക്കയാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജോലികളുണ്ട്. അതിൽ മെയിൻ ഒരു ജോലി നമുക്കറിയാം, ശരീരത്തിലെ വേസ്റ്റ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റാതിരുന്ന് കഴിയുമ്പോൾ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വൃക്കരോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ച് ചിലപ്പോൾ ഭയങ്കരമായ മയക്കം, ബോധമില്ലായ്മ, പിന്നെ ജന്നി പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഹൃദയത്തിനെ അത് ബാധിക്കാം. അങ്ങനെ ലങ്സിനകത്ത്, നമ്മുടെ ശ്വാസകോശത്തിനകത്ത് അതിനകത്ത് വെള്ളം കെട്ടാം, ശ്വാസം മുട്ടലുണ്ടാക്കാം. അതുപോലെ ശരീരത്തിലെ ഏതൊരു അവയവത്തിനെയും ബാധിക്കാം വൃക്കരോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ. സങ്കീർണതകൾ ഉണ്ടാക്കാം, ഒരുപാട് രക്തസമ്മർദ്ദം ഉണ്ടാക്കി അതിൻ്റെ സങ്കീർണതകൾ ഉണ്ടാകാം. എങ്ങനെയാണ് ഡോക്ടർ ഈ അസുഖം തിരിച്ചറിയാൻ സാധിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് സംശയിക്കാം വൃക്കരോഗമുണ്ടോ എന്നുള്ളത്. അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി നമുക്ക് പരിശോധനകൾ ആവശ്യമാണ്. പരിശോധനകൾ എന്ന് പറയുമ്പോൾ നമുക്ക് രക്തം പരിശോധിക്കാം. രക്തത്തിൽ ക്രിയാറ്റിനിൻ, യൂറിയ എന്നുള്ള അളവാണ് കിഡ്നിയുടെ പ്രവർത്തനത്തിനെ നമ്മൾ സാധാരണമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കിഡ്നിയുടെ പ്രവർത്തനം ഇതാവുകയാണെങ്കിൽ ലവണങ്ങളെ അത് ബാധിക്കാം. അതായത് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുക, സോഡിയത്തിൻ്റെ അളവ് കുറയുക, കാൽഷ്യത്തിൻ്റെ അളവ് കുറയുക, ഇങ്ങനത്തെ രക്തത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് മൂത്രം പരിശോധിക്കുക എന്നുള്ളതാണ്. മൂത്രം പരിശോധിക്കുമ്പോൾ മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അളവ് നോക്കാം, രക്താണുക്കൾ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മൂത്രത്തിൽ നോക്കാവുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് സ്കാനിങ്, പലതരം സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാൻ ആണ് ഏറ്റവും സാധാരണമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ കല്ലുകളോ അതുപോലത്തെ എന്തെങ്കിലും ഇത് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ CT സ്കാൻ പോലത്തെ അതിലപ്പുറത്തെ പലതരം സ്കാനുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർ, ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? പൂർണ്ണമായും ഒരു വ്യക്തിയിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി സാധിക്കുമോ ഈ ഒരു അവസ്ഥ? ചികിത്സ എന്ന് പറയുന്നതും ഭേദമാവുമോ എന്നുള്ളതും എന്താണ് അസുഖം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടാകുന്ന വൃക്കരോഗങ്ങൾ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്ന വൃക്കരോഗങ്ങൾ, അതായത് നേരത്തെ പാമ്പ് കടിയേറ്റു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു വിഷാംശം ഉള്ളിൽ ചെന്നു, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വൃക്കരോഗങ്ങൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മൾ രോഗിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സകൾ മാത്രം കൊടുത്താൽ മതിയാകും. എന്നാൽ രോഗം മൂർച്ഛിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഡയാലിസിസിലേക്ക് ആവശ്യം വരാം. പക്ഷേ അങ്ങനത്തെയുള്ള സ്ഥിതിയിലും മിക്കവാറും കണ്ടീഷൻസിൽ നമ്മൾ കാണുന്നത് കുറച്ച് ദിവസം ഡയാലിസിസ് ചെയ്യുമ്പോൾ വൃക്ക ശരിയായിട്ട് വരുന്നതാണ് നമ്മൾ കാണാറ്. അങ്ങനെയുള്ളത് കംപ്ലീറ്റ്ലി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്ഥായിയായ വൃക്കരോഗങ്ങൾ, പ്രത്യേകിച്ചും ജന്മനാ ഉള്ള വൈകല്യങ്ങൾ മൂലമൊക്കെ ഉണ്ടാകുന്ന സ്ഥായിയായ വൃക്കരോഗങ്ങൾ, അത് മാറിപ്പോകാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമ്മൾ പതുക്കെ ഡയാലിസിസിലോട്ട് എത്തിച്ചേരുകയും അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ ഡയാലിസിസ് തുടങ്ങുകയും പിന്നീട് വൃക്ക മാറ്റി വെച്ച് കൊടുക്കുകയും വേണ്ടി വരും. നെഫ്രോട്ടിക് സിൻഡ്രോം പോലെയുള്ള ചില അസുഖങ്ങളിൽ നമുക്ക് മരുന്ന് ലഭ്യമാണ്. ഇപ്പോൾ സ്റ്റിറോയിഡ് മരുന്നുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. സ്റ്റിറോയിഡ് മരുന്ന് ഉപയോഗിച്ച് അതിൽ അസുഖം കൺട്രോൾ ആവുന്നില്ലെങ്കിൽ മാത്രം അതിന് മേലിലോട്ടുള്ള മരുന്നുകൾ, സൈക്ലോസ്പോറിൻ എന്നൊക്കെ പറയുന്ന പലതരം മരുന്നുകളുണ്ട്, അതെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അസുഖം അനുസരിച്ചിരിക്കും ചികിത്സയും, അത് മാറുമോ എന്നുള്ള സ്ഥിതി. ഡോക്ടർ, അതുപോലെ മുതിർന്നവരെ പോലെ കുട്ടികളിലും ഈ ഡയാലിസിസ് സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണ്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ SIT ആശുപത്രിയിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മുതിർന്നവരെ പോലെ തന്നെ 2 തരം ഡയാലിസിസും കുട്ടികളിൽ സാധ്യമാണ്. ഒന്ന് ഹീമോ ഡയാലിസിസ്, അതായത് നമ്മൾ മെഷീൻ വഴി രക്തം വെളിയിലെടുത്ത് ശുദ്ധീകരിക്കുന്ന ഡയാലിസിസിനെയാണ് നമ്മൾ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ആ ഡയാലിസിസ് ചെയ്യാം. രണ്ടാമത് പെരിറ്റോണിയൽ ഡയാലിസിസ്, അതായത് വയറിനകത്തോട്ട് ഒരു ട്യൂബ് ഇട്ട് ആ ട്യൂബ് വഴി വെള്ളം ഇറക്കി തിരിച്ച് വെളിയിലോട്ട് ഇറക്കി ശുദ്ധീകരണം നടത്തുന്ന പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഈ 2 പ്രക്രിയയും കുട്ടികളിൽ സാധ്യമാണ്. പക്ഷേ ഹീമോ ഡയാലിസിസ് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിലേ നമുക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. കാരണം അവരുടെ രക്തക്കുഴലിൻ്റെ വണ്ണം തീരെ കുറവായിരിക്കും. പിന്നെ ഇത്രയധികം രക്തം വെളിയിലെടുക്കുമ്പോൾ രക്തസമ്മർദ്ദം കുറയാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മൂലം നമുക്ക് അതിനുള്ള ഒരു ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ കാണുമെങ്കിലും ഈ 2 ഡയാലിസിസും ഇന്ന് സാധ്യമാണെന്ന് മാത്രമല്ല, നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ SIT ആശുപത്രിയിൽ തന്നെ ലഭ്യമാണ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ ഡോക്ടർ, കുട്ടികളിൽ ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധ്യമാണോ? ഏത് ഘട്ടത്തിലാണ് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത്? വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യുന്നത് സ്ഥായിയായ
വൃക്കസ്തംഭനം വരുമ്പോഴാണ്. അതായത് വൃക്ക സ്തംഭിച്ചു, ഇനി അത് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ സാധാരണ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ലൈവ് ഡോണർ, അതായത് കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും, അച്ഛനോ അമ്മയോ ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കൾ ആരെങ്കിലും വൃക്ക നൽകാൻ തയ്യാറായിട്ടും അവർ അതിന് അനുയോജ്യരായിട്ടും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് വൃക്ക എടുത്ത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത് ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് മരണാനന്തര അവയവദാനത്തിൽ നിന്ന് ലഭിക്കുന്ന വൃക്ക എടുത്ത് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാവുന്നതാണ്. ഇതും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്ക് പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ 2026 ജാനുവരി മുതൽ നമ്മൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ തന്നെ നമ്മൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കുഞ്ഞുങ്ങൾക്കായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ, അതുപോലെ സാധാരണഗതിയിൽ കുട്ടികളിൽ കണ്ടുവരുന്ന വൃക്ക സംബന്ധമായ രോഗങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നെഫ്രോട്ടിക് സിൻഡ്രോമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന അസുഖം എന്ന് പറയാം. അതായത് മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്ന അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. അതാണ് ഏറ്റവും സാധാരണമായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ വൃക്കകളിലെ കല്ലുകൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ച് കൂടുതലായി തന്നെ, മുന്നത്തെക്കാളും കൂടുതലായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയും, അതായത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ റിയാക്ഷനായിട്ട് കിഡ്നിയിൽ പ്രക്രിയകൾ ഉണ്ടാവുകയും അതുമൂലം രക്തസമ്മർദ്ദം ഉയരുകയും കിഡ്നിയുടെ പ്രവർത്തനം കുറയുകയും മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ, രക്തം എല്ലാം പോവുകയും ചെയ്യുന്നതാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഇനി ഇതെല്ലാം കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള വൃക്കസ്തംഭനം ഉണ്ടാക്കാവുന്ന ജനിതകമായ അസുഖങ്ങൾ, ജന്മനാ ഉള്ള പല വൈകല്യങ്ങൾ, അത് ചിലപ്പോൾ കിഡ്നിയിൽ മാത്രമുള്ള വൈകല്യങ്ങളാവാം, ചിലത് ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുന്ന വൈകല്യത്തിൽ ഒന്ന് കിഡ്നിയും കൂടെ ബാധിക്കപ്പെട്ടതായിരിക്കാം. അങ്ങനെയുള്ള പലതരം അസുഖങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് കുട്ടികളിൽ കാണുന്നത്. ഡോക്ടർ, അതുപോലെ ജന്മനായുള്ള കുട്ടികളിലുള്ള ഇത്തരത്തിലുള്ള രോഗങ്ങൾ എത്രമാത്രം സാധാരണമാണ്? സാമാന്യം സാധാരണമാണെന്ന് തന്നെ പറയാം. കാരണം പലതും നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാ ഗർഭിണികളും തന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടാണ് ഗർഭകാലം പിന്നിടുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ മിക്ക വൈകല്യങ്ങളും കണ്ടെത്താറുണ്ട്. അങ്ങനെയുള്ള ഗർഭിണികളെ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പിൽ വെക്കുകയും അതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്കാനിങ്ങും തുടർ ചികിത്സകളും നമ്മൾ ഉടനെ തുടങ്ങുന്നതാണ്. അതിൽ ഏറ്റവും സാധാരണമായിട്ട് കാണുന്നതാണ് PUV എന്ന് പറയും, പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ്. അതായത് ആൺകുട്ടികളിൽ മൂത്രം പോകുന്ന നാളിയിൽ ഒരു വാൽവ് ഉള്ളതിനെയാണ് നമ്മൾ പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാൽവ് ഉള്ളതാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ വാൽവ് നമുക്ക് കരിച്ചു കളയാനുള്ള ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. ശസ്ത്രക്രിയ ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ തവണ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ നമുക്കിങ്ങനെ ഇതെല്ലാം കണ്ടെത്തുകയാണെങ്കിൽ, ഇത് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ ചില ഇതുപോലത്തെ വൈകല്യങ്ങളിലെങ്കിലും കിഡ്നിക്ക് ഒരു ഡാമേജ് ഉണ്ടാകുന്ന വരെ, കിഡ്നിക്ക് ഒരു ആഘാതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പലതും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷേ ചില സമയത്ത് ചില വൈകല്യങ്ങളിൽ കിഡ്നിയുടെ വളർച്ചയിലും ബുദ്ധിമുട്ട് വരാറുണ്ട്. കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് വൃക്കകളുടെ വളർച്ചയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാവുന്ന സ്ഥിതിയാണെങ്കിൽ അതിൽ നമുക്ക് ചികിത്സ കൊണ്ട് നമുക്ക് കിഡ്നി പൂർവ്വസ്ഥിതിയിൽ, അല്ലെങ്കിൽ ഒരു നോർമൽ കുഞ്ഞിൻ്റെ കിഡ്നി പോലെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ ഒരു അസുഖമുള്ള കുഞ്ഞാണെങ്കിൽ നമ്മൾ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഡ്നി ഫെയിലിയർ, അതായത് കിഡ്നി കംപ്ലീറ്റ്ലായിട്ട് സ്തംഭിക്കുന്ന അവസ്ഥ നമ്മൾ മാക്സിമം ലേറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചികിത്സ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് വൈകല്യം എന്നുള്ളതനുസരിച്ച് നമ്മുടെ ചികിത്സയിലും മാറ്റം വരും. ഡോക്ടർ, അതുപോലെ വൃക്ക രോഗങ്ങളുള്ള കുട്ടികൾ ഭക്ഷണ കാര്യത്തിലും മറ്റ് ജീവിതശൈലിയിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മിക്ക വൃക്ക രോഗങ്ങളിലും ഉപ്പ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ വളരെ വിരളമായ അസുഖങ്ങളുണ്ട് നമ്മൾ ഉപ്പ് കൂടുതൽ കഴിക്കാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരുവിധം വൃക്കരോഗങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ ഉപ്പ് കുറയ്ക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഉപ്പിൻ്റെ അളവ് കൂടുമ്പോൾ വൃക്കകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉപ്പ് പുറത്തു പോകുന്ന, മൂത്രത്തിൽ കൂടെ ഒക്കെ പുറത്തു പോകുന്ന അളവ് കുറയുകയും രക്തസമ്മർദ്ദം കൂടുകയും അത് നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ കുട്ടിയുടെ ഹൃദയത്തെ ബാധിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. പൊതുവേ ആഹാരത്തിൽ ഉപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വൃക്കരോഗമുള്ള ഒരുവിധം ബഹുഭൂരിപക്ഷം കുട്ടികളും ചെയ്യേണ്ടത്. 2, കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുക. കാരണം അമിതവണ്ണം ഉണ്ടെങ്കിൽ വൃക്കകൾക്ക് മേൽ അതൊരു അധിക ഭാരം തന്നെയാണ്. ഓൾറെഡി വൃക്ക രോഗം കാരണം വൃക്കകളുടെ പ്രവർത്തനം കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് അമിതവണ്ണം കൂടെ ഉണ്ടെങ്കിൽ അത് കിഡ്നികളുടെ മേളിൽ ഒരു എക്സ്ട്രാ സ്ട്രെയിൻ തന്നെയാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി അമിതവണ്ണം ഒഴിവാക്കുക എന്നുള്ളതാണ്.
പിന്നെ സ്ഥായിയായ വൃക്ക രോഗമുള്ള കുട്ടികളാണ്, കിഡ്നി ഫെയിലിയറിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പല ഡയറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്സും വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അത് ആ ഓരോ കുഞ്ഞിൻ്റെയും രക്തത്തിൻ്റെ റിപ്പോർട്ടൊക്കെ അനുസരിച്ച്, ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് കാൽഷ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ കാൽഷ്യം കൂടുതൽ കഴിക്കുക, ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഫോസ്ഫറസ് ചേർന്ന ആഹാരങ്ങൾ കുറയ്ക്കുക. പിന്നെ വൃക്കസ്തംഭനമുള്ള കുട്ടികൾക്ക് പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ്, ജ്യൂസ്, അതുപോലെയുള്ള പഴങ്ങളും അതിൻ്റെ രസങ്ങളും ഒന്നും തീരെ തന്നെ കഴിക്കാൻ പാടില്ലാത്ത ഇതെല്ലാം സ്ഥായിയായ വൃക്കസ്തംഭനം വരുന്ന ആ അവസ്ഥയിൽ, ആ ഘട്ടത്തിൽ ആവശ്യം വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, അതുപോലെ കുട്ടികളിൽ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ നൽകുന്നതും ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗങ്ങളും ഇത്തരത്തിൽ വൃക്ക സംബന്ധമായ രോഗങ്ങളിലേക്ക് വഴിതെളിക്കുമോ? ആൻറ്റിബയോട്ടിക്കുകൾ പൊതുവേ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒട്ടുമിക്കാൽ പേര് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിനേക്കാൾ കൂടുതൽ നമുക്ക് വൃക്കരോഗം നമ്മൾ കാണുന്നത് വേദന സംഹാരികളുടെ ഉപയോഗം കൊണ്ടാണ്. ഈ പലപ്പോഴും ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ, അതായത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുന്നു, നമുക്ക് വേദന ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ കടുത്ത പനി ഉണ്ടെന്ന് പറയുന്നു. പനിക്ക് നമുക്ക് കുട്ടികൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു മരുന്ന് പാരസെറ്റമോളാണ്. അതല്ലാതെ നമ്മൾ അതിന് മേലിലുള്ള ഏത് മരുന്നും, മെഫനമിക് ആസിഡ്, ഐബുപ്രോഫൻ എന്നൊക്കെ, ഞാൻ ബ്രാൻഡ് നെയിം ഒന്നും പറയുന്നില്ല, ഇതൊക്കെയാണ് മരുന്നുകളുടെ പേര്. ഈ മരുന്നുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും വൃക്കകൾക്ക് ഒരു റിസ്ക് തന്നെയാണ്. പ്രത്യേകിച്ചും ഛർദിലോ അല്ലെങ്കിൽ പനി കാരണം ആഹാരം വെള്ളം കുടിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടെ ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഇതുപോലത്തെ വേദന സംഹാരികളോ തീവ്രമായ പനി കുറയ്ക്കാനുള്ള മരുന്നുകളോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് വൃക്കകളുടെ പ്രവർത്തനം വളരെയധികം കുറയ്ക്കാനും അത് കിഡ്നി ഫെയിലർ, ഡയാലിസിസ് വരെ എത്തുന്ന കിഡ്നി ഫെയിലർ എത്തിക്കുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഞങ്ങൾ കാണാറുണ്ട്. ഡോക്ടർ, അതുപോലെ കുട്ടികളിലെ വൃക്ക മാറ്റിവെക്കൽ സർജറിയും അതിൻ്റെ സങ്കീർണതകളും എന്തൊക്കെയാണ്? കുട്ടികൾ വൃക്കമാറ്റിക്കൽ ശസ്ത്രക്രിയ കുറച്ച് നമ്മൾ വലിയ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സങ്കീർണത ഉള്ളത് തന്നെയാണ്. ഒന്ന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സൈസാണ്. അതായത് നമ്മൾ വൃക്ക എടുക്കുന്നത് മിക്കവാറുമൊക്കെ നമ്മൾ ഒരു അഡൾട്ട് കിഡ്നി, അതായത് ഒരു മുതിർന്നയാളുടെ കിഡ്നി ആയിരിക്കുമല്ലോ നമ്മൾ മിക്കവാറും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വെക്കാനുള്ള സ്ഥലം ഒരു പ്രശ്നമാണ്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ അത്രയും ഒരു വൃക്ക വെക്കാനുള്ള സ്ഥലമുണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ രക്തധമനികളും എല്ലാം വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഈ നമ്മൾ എടുക്കുന്ന കിഡ്നിയിലെ രക്തധമനിയും കുഞ്ഞിൻ്റെ രക്തധമനിയിലോട്ടുമുള്ള കണക്ഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതിസങ്കീർണത ഏറിയ ഓപ്പറേഷൻ തന്നെയാണ്. എന്നിരുന്നാൽ കൂടെ നമുക്ക് അത് ചെറിയ കുഞ്ഞുങ്ങളിൽ പോലും എന്നാലും മിനിമം ഒരു 10 കിലോയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കൊരു കുഞ്ഞിന് ഈ ലോകത്തിലെ ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം തന്നെ 10 കിലോയാണ് അവരൊരു മിനിമം വെയിറ്റ് ആയിട്ട് പറയുന്നത്. 10 കിലോയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഒരു കുഞ്ഞിന് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ഇടയ്ക്ക് ഒരു 10 കിലോ ഉള്ള കുഞ്ഞിന് വളരെ വിജയകരമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. അതൊരു ടീം വർക്കാണ്. പീഡിയാട്രിക് സർജറി, യൂറോളജി, വാസ്കുലർ സർജറി, പീഡിയാട്രിക് നെഫ്രോളജി, അഡൾട്ട് നെഫ്രോളജി, അങ്ങനെ ഒരു അനസ്തീഷ്യ എല്ലാവരും ചേരുന്ന ഒരു ടീമാണ് ഈ ഒരു ഓപ്പറേഷൻ വിജയകരമായിട്ട് നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഡോക്ടർ, അതുപോലെ കുട്ടികളിൽ അറിയാതെ വിഷപദാർത്ഥങ്ങൾ അകത്തുപോയാൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഡയാലിസിസ് സാധ്യമാണോ? ചില വിഷങ്ങൾ നമുക്ക് ഡയാലിസിസ് വഴി നീക്കം ചെയ്യാവുന്ന വിഷങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വിഷമദ്യ ദുരന്തമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന മെത്തനോൾ പോയ്സണിങ്, മദ്യത്തിൽ ഒരു കലർപ്പായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പിന്നെ ആസ്പിരിൻ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, പിന്നെ ചില ഉറക്ക ഗുളികൾ, ബാർബിച്ചുറേറ്റ് പോലത്തുള്ള ഉറക്ക ഗുളികൾ, ഇതൊക്കെ ഉള്ളിൽ അധികമായിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്കത് ഡയാലിസിസ് വഴി നീക്കം ചെയ്യാവുന്നതാണ്. വേറെ ചില വിഷയങ്ങളുണ്ട് നമുക്ക് ഡയാലിസിസ് വഴി നീക്കം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഡയാലിസിസ് മെഷീൻ തന്നെ ഉപയോഗിച്ച് ചെയ്യാവുന്ന വേറെ പ്രക്രിയകളുണ്ട്. ഹീമോ പെർഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന, അത് ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതുവഴി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പാരക്വാറ്റ് എന്ന് പറയുന്ന ഒരു വിഷം ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഒരു കളനാശിനിയാണ്. അത് ഇന്ത്യയിൽ അത് നിരോധിത വസ്തുവാണെങ്കിൽ പോലും ഇപ്പോഴും പലയിടങ്ങളിലും അത് ഇപ്പോഴും ലഭ്യമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുട്ടി, ഒരു 2 വയസ്സുകാരൻ കുട്ടി ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാരക്വാറ്റ് വിഷം ഉള്ളിൽ ചെന്ന് പെട്ടെന്ന് തന്നെ SIT ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി. അതായത് ഈ വിഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂറിനകത്ത് നമ്മൾ ചികിത്സ തുടങ്ങിയില്ലെങ്കിൽ 100% ജീവൻ എടുക്കുന്ന ഒരു വിഷമാണ് ഈ പാരക്വാറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് വരികയുണ്ടായി. പക്ഷേ ഭാഗ്യവശാൽ അച്ഛനമ്മമാർ ആ കുഞ്ഞിനെ നേരത്തെ ആശുപത്രിയിൽ 6 മണിക്കൂറിനകത്ത് എത്തിക്കുകയും ഞങ്ങൾക്ക് ഉടനെ തന്നെ ചികിത്സ തുടങ്ങാൻ സാധിക്കുകയും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ പല പോയ്സണിങ് കണ്ടീഷൻസിലും നമുക്ക് ഡയാലിസിസോ അല്ലെങ്കിൽ ഹീമോപെർഫ്യൂഷൻ പോലെയുള്ള ഇതോ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഡോക്ടർ, അതുപോലെ കുട്ടികളിലെ വൃക്ക സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ടുപിടിക്കുന്നതിന് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, പ്രത്യേകിച്ചും കണ്ണിന് ചുറ്റുമുള്ള നീര്, പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് പലരും അത് അലർജിയാണെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് നിസ്സാരവൽക്കരിച്ച് വിടാറുണ്ട്. അപ്പോൾ കണ്ണിന് ചുറ്റുമൊക്കെ നീര് കാണുകയാണെങ്കിൽ അത് വെറുതെ അതെന്തെങ്കിലും അലർജി ആയിരിക്കും, കടിച്ചതായിരിക്കും എന്ന് വിചാരിച്ച് വിടാതെ അത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് 2-3 ദിവസത്തിൽ കൂടുതൽ അത് കാണുന്നുണ്ടെങ്കിൽ. രണ്ടാമത്, കുഞ്ഞിൻ്റെ രക്തസമ്മർദ്ദം ഇടയ്ക്കിടയ്ക്കെങ്കിലും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുഞ്ഞിൻ്റെ രക്തസമ്മർദ്ദം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മൂത്രത്തിൽ പത വലുതും കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു അസുഖം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ നമുക്കറിയായിരിക്കും സ്കാനിങ് സമയത്ത് ഗർഭാവസ്ഥയിൽ ഒരു അസുഖം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു വീക്കം കണ്ടിട്ടുണ്ട്, കിഡ്നിയിൽ ഒരു വീക്കം കണ്ടിട്ടുണ്ടെങ്കിൽ അത് തനിയെ മാറിക്കോളും എന്ന് വിചാരിച്ചിരിക്കാതെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതൊരു ഫോളോ അപ്പിന് ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ്ങിന് പോകേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് ഡോക്ടർ ചിലപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, 1 വർഷം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മൾ കാണുന്നത് 1 വർഷം കഴിഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ കുഞ്ഞിനെ കാണുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് പലരും ഫോളോ അപ്പിനും തുടർ ചികിത്സകൾക്കും ടെസ്റ്റുകൾക്കും ഒന്നും വരാതിരിക്കുകയും പിന്നീട് രോഗം വളരെയധികം മൂർച്ഛിച്ചതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി എത്തിയതിന് ശേഷം നമ്മുടെ അടുത്ത് വരികയൊക്കെ ചെയ്യുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, കുഞ്ഞിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറുടെ അടുത്ത് ചെന്ന് പരിശോധിപ്പിക്കുക. ഇനി എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതിപ്പോൾ കുഴപ്പമില്ല ആണെങ്കിൽ പോലും പിന്നീട് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞോ ടെസ്റ്റിങ്ങിന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വൃക്കകളെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ്. വ്യക്തമാണ് ഡോക്ടർ. കുട്ടികളിലെ വൃക്ക സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SITയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CR രാധികയാണ് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.